നീയും ഞാനും തമ്മിലല്ലേ പ്രശ്നം. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. നാണോണോടോ മാറി നിനക്ക്? ഫോൺ വിളിച്ചെടുക്കാമായിരുന്നു, ഞാൻ അങ്ങ് പോകുന്നു വിചാരിച്ചു. നീ പറയണ കേൾക്ക്. ഇപ്പം നമുക്ക് അങ്ങോട്ട് മാറി വയ്ക്കാം. ആ ടൈമൊക്കെ കഴിഞ്ഞു. നീ ഇപ്പം ഇതിനൊരു തീരുമാനം പറഞ്ഞിട്ട് പോകും. അത് ഞാൻ പറയാം. ഇപ്പം നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. നാണക്കേട്. ഇവന്മാരുടെ മുന്നിൽ നിന്റെ വില പോകൂലേ? എടാ, ഞാനിപ്പോൾ കുറച്ച് ടൈറ്റില്ല. നീ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. നീ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 25,000 രൂപ ഇപ്പം തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കറക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നീ കൂടെ പഠിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്നോട് ഞാൻ ക്ഷമിച്ചത്. എടാ, നിൻ്റെ പൈസ മേടിച്ചിട്ട് ഞാൻ നാട് വിട്ടിട്ടൊന്നുമില്ലല്ലോ. ഞാനിവിടെ തന്നെ ഇല്ലേ. നീ കൂടുതൽ ഡയലോഗ് അടിക്കൊന്നും വേണ്ട. കാശ് എപ്പോൾ തരുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. കിട്ടുമ്പോൾ തരും, അത്രേ ഉള്ളൂ. അങ്ങനെ കിട്ടുമ്പോൾ തന്നാൽ പോരല്ലോ. നിനക്കൊരു കണക്കുള്ളതല്ലേ. നിൻ്റെ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ട് തെളിവൊന്നുമില്ലല്ലോ. ഞാനൊരു പേപ്പറിൽ ഒപ്പിട്ട് തന്നിട്ടുമില്ല. അതുകൊണ്ട് നീ കൂടുതൽ കണക്കൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ നിൻ്റേത് മേടിച്ച 1,00,000 രൂപ അത് ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ തിരിച്ചു തരും. അന്ന് എനിക്ക് ഒക്കുവാണെങ്കിൽ മാത്രം അതിൻ്റെ പലിശയും തരും. അത് നിനക്ക് പറ്റിയല്ലെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കും. നീ നിയമം പറയണോ? എന്നാൽ നമുക്ക് കാണാം. ഓ, എൻ്റെ കയ്യിൽ നിന്ന് കാശ് എങ്ങനെ തിരിച്ചു വാങ്ങിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കാം. കാണാം. ആയിക്കോട്ടെ.